നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. സാമ്പത്തിക ഇന്ത്യക്ക് പുതിയ വെല്ലുവിളിയുമായി കേന്ദ്ര സർക്കാരിന്റെ അടുത്ത നീക്കം. പുതിയ സാമ്പത്തിക വർഷം 2 പൊതുമേഖലാ ബാങ്കുകളാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് തിരോഭവിക്കുന്നത്. വിജയ, ദേന ബാങ്കുകളെയാണ് ലയനം എന്ന ഓമന പേരിട്ട് കേന്ദ്ര സർക്കാർ ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗമാക്കുന്നത്. സാമ്പത്തികമായി ലാഭത്തിൽ മുന്നേറുന്ന വിജയ ബാങ്കിനെ നല്ല നഷ്ടത്തിലോടുന്ന ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കുന്നതിന്റെ പിന്നിലെ ധൃതി പല സംശയങ്ങൾക്കും ഇട നൽകുന്നു. ലാഭത്തിൽ പോകുന്ന ഒരു ബാങ്കിനെ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊന്നിലേക്ക് ലയിപ്പിക്കുന്നതിന് വിശ്വസനീയമായ ഒരു വിശദീകരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൊട്ടിഘോഷിച്ച് നടത്തിയ SBI ലയനം രാജ്യത്തിന് വരുത്തിവെച്ച പരിക്കുകളിൽ നിന്ന് ഇതുവരെ മുക്തി ലഭിക്കാറായിട്ടില്ല. അതിനിടയിലാണ് മറ്റൊരു പ്രഹസന നാടകവുമായി കേന്ദ്രം പിന്നെയും മുന്നോട്ട് വരുന്നത്. ഈ തിരഞ്ഞെടുപ്പ് അവസരത്തിൽ ഇത്തരത്തിലുള്ള തീരുമാനത്തിന്റെ യുക്തി ദുരൂഹം തന്നെയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ അമിത ചാർജ് ഈടാക്കിയതോടെ SBIയുമായി ജനങ്ങൾ ഇടഞ്ഞു. സാധാരണക്കാരുടെ ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ SBIക്ക് നഷ്ടപ്പെട്ടു. സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന റിലയൻസ് പോലുള്ള കുത്തക കമ്പനികൾക്കാണ് കഴിഞ്ഞ ലയനം കൊണ്ട് കോളടിച്ചത്. കെടുകാര്യസ്ഥതയുടെ അങ്ങേയറ്റമായി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ ജെറ്റ് എയർവേസ് എന്ന സ്വകാര്യ കമ്പനിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ബാങ്കുകളുടെയൊക്കെ ബാധ്യതയായി മാറ്റുകയാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ. SBIയുടെ ലയന സമയത്തെ പോലെ തന്നെ രാജ്യമാകെ ജീവനക്കാർ സമരങ്ങളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നോട്ട് നിരോധനം പോലെ തന്നെ രാഷ്ട്രത്തിന്റെ നടുവൊടിക്കുന്ന ഈ സാമ്പത്തിക പരിഷ്കാരമാണ് നിലവിലെ ഈ ലയനവും എന്നതിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോൾ എന്തുകൊണ്ട് വലിയ മാധ്യമ കച്ചവടക്കാർ ഇതൊന്നും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതും ചിന്തനീയമാണ്.